മറ്റൊരു സൂപ്പർ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നടന്നുകൊണ്ടിരുന്നാലേ വഴി തെളിയുകയുള്ളൂ. ഇടയ്ക്ക് നിർത്തിയാൽ ഇരുട്ടിലായിരിക്കും. അവിടെ നിൽക്കരുത്, മുന്നോട്ട് തന്നെ നടക്കണം. യാത്രയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, ആ ലക്ഷ്യത്തിൽ എത്തണമെന്ന് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ വഴി താനേ തെളിയും. ഇത്തിരി നേരം ഒത്തിരി ചിന്തയുമായി തിയോഫനി ഗെയിം ഷോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നും 4 ടീംസ് നമുക്കിവിടെ പ്രസന്റ് ആയിട്ടുണ്ടല്ലേ. 4 ടീംസ് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എത്ര ലെവൽസ് ഉണ്ടെന്ന് അറിയോ ഇത്തവണ? 4 ലെവൽസ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ എനിക്ക് ഓരോരുത്തരെയും പരിചയപ്പെടണം. അറിയാം, എല്ലാവരുടെയും മുഖം എനിക്ക് പരിചിതമാണ്, എന്നാലും നമുക്ക് പരിചയപ്പെടാം. ടീം എ, തൃശൂർ രൂപത സെന്റ് റീതാസ് ചർച്ച് ചിറ്റിലപ്പള്ളിയിൽ നിന്നെത്തിയ മഞ്ജിമ ജോസ് ആൻഡ് ജൂലിയ ടി ജെ. വെൽക്കം ടു ദ ഷോ. ആൻഡ് ടീം ബി, ആലപ്പുഴ രൂപത സെന്റ് ആൻഡ്രൂസ് ബസിലിക്ക ചർച്ച് അർത്തുങ്കലിൽ നിന്നെത്തിയ ജെൻസൺ എ ജെ ആൻഡ് ഗോഡ്വിൻ ടി. വെൽക്കം ടു ദ ഷോ. ആൻഡ് ടീം സി, തൃശൂർ രൂപത സെന്റ് മേരീസ് ചർച്ച് ചിറ്റിശ്ശേരിയിൽ നിന്നെത്തിയ ജിസ് പ്രഭു ആൻഡ് സിയ ജോയ്. വെൽക്കം ടു ദ ഷോ. ആൻഡ് ടീം ഡി, തൃശൂർ രൂപത ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ചർച്ച് തൃശൂരിൽ നിന്നെത്തിയ അലീന പി എ ആൻഡ് എഡ്വിൻ ജോർജ്. വെൽക്കം ടു ദ ഷോ. ഓരോ റൗണ്ടും നിങ്ങൾക്കൊക്കെ ഓരോ പ്രചോദനമായിരുന്നല്ലേ. എത്ര റൗണ്ട്സ് ഇപ്പൊ കഴിഞ്ഞു? 2 കഴിഞ്ഞു. ഇപ്പൊ 3ാമത്തെ ഓഡീഷനും കൂടെ കൂടുമ്പോ 4 വേണമെങ്കിലും നമുക്ക് പറയാല്ലേ ടോട്ടൽ. ഓരോ റൗണ്ട്സ് ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോ ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നുമില്ല. നിങ്ങൾ വിശുദ്ധ നാടിനോട് കൂടുതൽ അടുത്തെത്തിയെന്ന് തോന്നുന്നുണ്ടോ? അതാണോ ലക്ഷ്യം? ഞാനിപ്പോ പറഞ്ഞതുപോലെ നടന്നുകൊണ്ടിരുന്നാലല്ലേ വഴി തെളിയൂ. ലക്ഷ്യമുണ്ടോ? എന്താണ് ലക്ഷ്യം? ഇവിടെ എത്തിയതിന്റെ ലക്ഷ്യം എന്താണ്? ജീവിതത്തിന്റെ ലക്ഷ്യമല്ല ഞാൻ ചോദിക്കുന്നത്. ഇവിടെ എത്തിയത്, ഈ തിയോഫനി ഗെയിം ഷോയിൽ എത്തിയതിന്റെ ലക്ഷ്യം വിശുദ്ധ നാട് തന്നെയാണ് അല്ലെ. ഫ്രണ്ട്സിന്റെ അടുത്ത് പറയാറുണ്ടോ വിശുദ്ധ നാട്ടിലേക്ക് പോകാനായിട്ട് ആഗ്രഹമുള്ളതിനെ കുറിച്ച്? ആഗ്രഹമുണ്ടോ? ഉണ്ട്. എത്രത്തോളം ആഗ്രഹമുണ്ട്? അങ്ങനെ ചോദിച്ചാൽ ആകെ കുടുങ്ങി പോവല്ലേ. ഇത്രയും ആഗ്രഹമുണ്ടോ? ഉണ്ടോ? അത്രയും ആഗ്രഹം ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് മുന്നോട്ട് വഴി ഓരോന്നോരോന്നായിട്ട് തെളിയുള്ളൂ. ഫ്രണ്ട്സൊക്കെ കാണാറുണ്ടോ നിങ്ങളുടെ ഷോ? കാണാറുണ്ട്. നേരത്തെ എപ്പിസോഡ്സ് ഒക്കെ കണ്ടിരുന്നോ? ഇവര് ചുമ്മാ കാണാൻ പറയരുത്. കാണുമ്പോ അവര് ഓരോ ലൈക്ക് ഒക്കെ വെച്ച് പോകാൻ പറയണം. യൂട്യൂബിലൊക്കെ എപ്പിസോഡ്സ് കാണുമ്പോ എല്ലാവരുടെയും ഫ്രണ്ട്സിന്റെയും റിലേറ്റീവ്സിന്റെ അടുത്തൊക്കെ പറയണം ലൈക്ക് അടിക്കണം. അതുപോലെ അവർക്ക് എന്താണോ തോന്നുന്നത് കമന്റ്സ് അയക്കാം. അപ്പോ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കാണുമ്പോ, അതുപോലെ നിങ്ങളുടെയൊക്കെ പ്രൊമോസ് പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഓരോ എപ്പിസോഡ്സ്. അതും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഓരോ ഫ്രണ്ട്സ് സർക്കിളിൽ ഷെയർ ചെയ്യാം. നല്ലല്ലേ നമുക്ക് കൂടുതലായിട്ട് എല്ലാവരുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. എന്തായിരുന്നു നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ? ബൈബിൾ വായിച്ചു, പ്രാർത്ഥിച്ചു. പിന്നെ ഗെയിംസ് ഒക്കെ ചെയ്തു നോക്കിയോ? എന്തെങ്കിലും പുതിയ ഗെയിമൊക്കെ കണ്ടുപിടിച്ചോ? ഇല്ല. ഇവിടെ എന്തായിരുന്നു പ്രിപ്പറേഷൻസ്? ബൈബിൾ വായിച്ചു, പ്രാർത്ഥിച്ചു. ഇവിടെ വന്നതിന് ശേഷം കുറച്ച് ഗെയിം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. കാല് ഒക്കെ ആയോ? കാലിന് എന്ത് പറ്റിയതായിരുന്നു എന്ന്? ഫുട്ബോൾ കളിച്ച് കാല് ഫ്രാക്ചർ ആയിട്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ വന്നത്. ഇപ്പൊ കാലൊക്കെ സുഖമായിട്ടുണ്ട്. ഫുട്ബോളൊക്കെ കളിച്ചു തുടങ്ങിയില്ലേ. എന്തായാലും ഫ്രാക്ചർ ഒക്കെ മാറി മിടുക്കനായിട്ടുണ്ട്. കിൻസി, എന്തൊക്കെയായിരുന്നു പ്രിപ്പറേഷൻസ്? ഞങ്ങള് ബൈബിള് വായിച്ചു, കുർബാനയിലെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചർച്ചിലൊക്കെ എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവരും ഞങ്ങളെ കുറിച്ച് നന്നായി നല്ല. നിങ്ങൾ പോകുന്നതിൽ സന്തോഷമാണോ അവർക്ക്? അത് ശരിക്കും അവരുടെ ഓരോ ചർച്ചിന്റെയും പ്രതിനിധികളല്ലേ നിങ്ങള്? അവര് നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കും കൂടെ ഒരു അഭിമാനമാണല്ലേ ഓരോ എപ്പിസോഡും നിങ്ങൾ ഇങ്ങനെ മുന്നിട്ട് നിൽക്കുമ്പോ? അവർക്കും കൂടെ ഒരു അഭിമാനമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ചർച്ചിനൊരു അഭിമാനമാണ്. അടുത്ത അഭിമാന താരങ്ങള്. എന്തൊക്കെയായിരുന്നു പ്രിപ്പറേഷൻസ്? ബൈബിള് വായിച്ചു, എപ്പിസോഡ്സ് മുമ്പത്തെ എല്ലാ എപ്പിസോഡ്സ് കണ്ടു, പിന്നെ പ്രാർത്ഥിച്ചു. പ്രിപ്പയർഡ് ആണ്. നമുക്ക് തകർക്കാം. ലക്ഷ്യമുണ്ടോ? ഉണ്ട്. എങ്കിൽ പിന്നെ മുന്നോട്ട് പോവാല്ലേ. നിങ്ങൾക്ക് ഇത്തവണ 4 ലെവൽസ് ആണുള്ളത്. ഓരോന്നും കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ട് വരുന്ന ലെവൽസ് ആണ്. അപ്പോ നമുക്ക് വിൻ ചെയ്യാൻ പറ്റുമോ? ശരിക്കും ഡി ടീമിൽ നിന്ന് എത്തിയത് ഒരു ലക്കാണല്ലേ. വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു ശരിക്കും നിങ്ങള്.
അപ്പൊ അതില് ഒരാളുടെ ക്യാൻസലേഷൻ വന്നപ്പോ നിങ്ങൾക്ക് നറുക്ക് വീണു. അതാണ് ചില സമയത്ത് ഇങ്ങനെ ദൈവം കൊണ്ടു തരുവാണല്ലേ ചില അത്ഭുതങ്ങൾ. അതുകൊണ്ടല്ലേ ഈ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് വീണ്ടും കിട്ടിയത്. അപ്പൊ വെയിറ്റ് ചെയ്ത് നിന്നതിന് ഗുണമുണ്ട്. അപ്പൊ നോക്കാം നമുക്ക് വിൻ ചെയ്യാൻ പറ്റുമെന്ന്. മാക്സിമം ട്രൈ ചെയ്യുക. ദൈവം ഇങ്ങനെ ചില സമയത്ത് നമുക്കിങ്ങനെ ഓരോ നറുക്കുകൾ തരും. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഈ ഒരു വേദി എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാം ഒരു ബെസ്റ്റ് ഔട്ട്പുട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പൊ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യാം. നമുക്ക് ഓരോ ലെവൽസിലേക്ക് പോയാലോ? പോവാം. നമുക്കിപ്പോ ഫസ്റ്റ് തന്നെ പോവാം. ലെവൽ 1. ലെവൽ 1 എന്ന് പറയുമ്പോ നമുക്ക് ആദ്യം ഒരു ടെൻഷനാണ് അല്ലെ, തുടക്കമാണല്ലോ എന്ന്. പക്ഷെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ വരാറുണ്ടല്ലേ. എത്ര പ്രതിസന്ധികൾ വന്നാലും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കുന്ന ദൈവമക്കൾ എങ്ങനെയാണ്? എത്ര പ്രതിസന്ധികളിലും ചാടി എഴുന്നേക്കും അല്ലെ? ചാടി എഴുന്നേക്കില്ലേ? ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു ശക്തി ദൈവം തരും. എത്ര പ്രതിസന്ധി വന്നാലും തിര പോലെ വന്നുകൊണ്ടിരിക്കുന്ന പല പല പ്രശ്നങ്ങളുടെ ഇടയിലും ഒരു നങ്കൂരമിട്ട് നിൽക്കുന്ന കപ്പൽ പോലെ നമുക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് പറ്റും. ആരുണ്ടെങ്കിൽ? ദൈവമുണ്ടെങ്കിൽ. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഗെയിമും. നമ്മളാകുന്ന ഇതില് ഈ ഓരോ പെൻസിൽസ്, ഇപ്പോ 15 പെൻസിൽസ് ഉണ്ട് നിങ്ങളുടെ കയ്യില്. ഈ 15 പെൻസിൽസും നിങ്ങൾ കറക്റ്റ് ആയിട്ട് അതിനകത്തേക്ക് പ്ലേസ് ചെയ്യണം നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഗ്ലാസ്സിലേക്ക്. ഓരോ പെൻസിലിന്റെയും താഴെ റബ്ബറുണ്ട്. അപ്പൊ ആ റബ്ബർ കുത്തി വേണം അതിനകത്തേക്ക് ചാടിക്കാനായിട്ട്. അത് ടേബിളിൽ കുത്തി കറക്റ്റ് ആയിട്ട് അതിനകത്തേക്ക് ചാടിക്കാൻ നോക്കുക. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അടിയുറച്ച് നമ്മൾ നേരെ നിവർന്ന് വന്ന് നിൽക്കുന്നത് പോലെ തന്നെയാണ് ഈ പെൻസിലും. പ്രതിസന്ധികളിൽ തളരാതെ ഓരോ പെൻസിൽസും കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ജീവിതം പോലെ എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം അല്ലെ? നമുക്ക് പോകാം ഗെയിമിലേക്ക്. നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം 1 മിനിറ്റ് ആണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന പോയിന്റ്സ് 50 പോയിന്റ്സ് ആണ്. ഇത് നല്ലൊരു വാശിയേറിയ ഗെയിം ആയിരിക്കോട്ടെ. ഓരോന്നും വാശിയേറി വന്നാലാണ് നിങ്ങളുടെ വിശുദ്ധ നാട്ടിലേക്കുള്ള ആ ദൂരം ഇങ്ങനെ കുറഞ്ഞു വരുള്ളൂ. അപ്പൊ ഒരു വാശിയൊക്കെ വേണം അല്ലെ? റെഡി? നമുക്ക് പോകാം ഗെയിമിലേക്ക്. യെസ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Thirty seconds more. Time up. അത് ലാസ്റ്റ് കിക്കിൽ വീണാന്ന് തോന്നുന്നു അല്ലേ? കൊള്ളാം. ടീമേ ഒരെണ്ണം ട്രൈ ചെയ്തു മാക്സിമം. ദെൻ ഓക്കെ, ഒരെണ്ണം കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ടീം ബി 5 പെൻസിൽസ്. ടീം സി 7. 3, 3, 6, 7. 7 പെൻസിൽസ്. ടീം ഡി 10. അതിൽ ഒരെണ്ണം പകുതി ഒന്ന് ഹാഫ് ആക്കിയാലോ? പറ്റില്ല അല്ലെ? ടീം ഡി 10 എണ്ണം വീഴ്ചിട്ടുണ്ട് അല്ലെ? എന്തായാലും ഈ ഒരു ലെവല് അവസാനിക്കുമ്പോൾ നമുക്കറിയാം ആരാണ് ഏറ്റവും കൂടുതൽ പെൻസിൽസ് സ്കോർ ചെയ്തിരിക്കുന്നതെന്ന്. ടീം ഡി ആണ്. കൺഗ്രാറ്റുലേഷൻസ് ടീം ഡി. എത്ര പോയിന്റ്സ് കിട്ടി ടീം ഡിക്ക്? 50. യെസ്, ടീം ഡിക്ക് ലഭിക്കുന്നു 50 പോയിന്റ്സ്. അങ്ങനെ ഒരു ലെവൽ അവസാനിച്ചു. ഒരു റിലാക്സ് തോന്നുന്നുണ്ടോ? ഒരു ടെൻഷൻ തോന്നുന്നുണ്ടോ? എന്താ തോന്നുന്നേ? ടെൻഷൻ തോന്നുന്നുണ്ടോ? റിലാക്സ്ഡ് ആണ്. വളരെ കൂളായിട്ടുള്ള ടീമിനെയാണ് എനിക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ആർക്കും ടെൻഷനൊന്നുമില്ല. പക്ഷെ എനിക്ക് നിങ്ങളുടെ മുഖം കണ്ടിട്ട് ചെറിയ ടെൻഷനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതിന് മുമ്പ് ആരാണ് പോവാംന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതിന് മുമ്പെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് ഒരാൾ പറയാം പോവാം. നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നില്ല. പോകുന്നതിന് മുമ്പ് നല്ലൊരു പാട്ടോ എന്തെങ്കിലുമൊക്കെ വേണം. ആരാ പാട്ട് പാടുന്നേ?
ദിവ്യകാരുണ്യമായി നാഥനണയുമ്പോൾ എന്തോരാനന്ദം ഉള്ളിൽ വാഴുവാനവൻ നാവിലലിയുമ്പോൾ എന്തോരാമോദം കാഴ്ചയായി ഹൃദയനോവുകളേകിടുന്നിതാ അപ്പമായി മുറിയുന്ന സ്നേഹമേ യേശുവേ ദിവ്യകാരുണ്യമായി നാദനണയുമ്പോൾ എന്തോരാനന്ദം. നല്ല അലിഞ്ഞു ചേർന്ന് പാടാൻ പറ്റുന്ന പാട്ട് എവിടുന്നാ പഠിച്ചത്? ഞാൻ കൊയറിൽ പാടാറുണ്ട്. കൊയറിൽ പാടുന്നത് എനിക്ക് തോന്നി. ആ ഒരു പാട്ടിന്റെ ഒരു സ്റ്റൈലൊക്കെ കാണുമ്പോ കൊയറിൽ പാടുന്ന ഒരു സ്റ്റൈല് പോലെ തോന്നി. നല്ല വേർഡിങ്സ് ആണ്. അപ്പൊ എന്തായാലും എഴുതിയത് ആരാണെങ്കിലും അത് കാണുന്നുണ്ടെങ്കിൽ നല്ല വേർഡിങ്സ് ആണ്, ടച്ചിങ് ആണ്, നമ്മുടെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. അപ്പൊ എന്തായാലും ആ ഒരു പാട്ടൊക്കെ കേട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ലെവലിലേക്ക് പോവാം. ലെവൽ 2. ലെവൽ 2 ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര പരിചിതമല്ലാത്തൊരു ഗെയിമാണ് കേട്ടോ. പക്ഷെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. 100 പോയിന്റ്സ് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ലെവൽ 2-ലുള്ളത്. ഈ ഗെയിം എന്താന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു ഫാൻ ഉണ്ടല്ലേ, ഫാനില് 4 ഡിസ്പോസിബിൾ ഗ്ലാസുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അറ്റ് എ ടൈം ഒരാൾക്കാണ് എറിയാനായിട്ട് സാധിക്കുള്ളൂ. ഒരാൾക്ക് ബോൾ എടുത്ത് കൊടുക്കാം. ഈ കറക്റ്റ് ഈ പോയിന്റിലേക്ക് ബോൾ വന്ന് ബൗൺസ് ചെയ്ത് വേണം ഈ ഫാനിന്റെ മുകളിലിരിക്കുന്ന ഓരോ ഡിസ്പോസിബിൾ ഗ്ലാസുകളിലേക്ക് വീഴാനായിട്ട്. മാക്സിമം എത്ര ബോൾസ് ആണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1.5 മിനിറ്റ് ആണ് ടൈം. എനി ഡൗട്ട്? ഒന്നുമില്ല. 30 ബോൾസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പൊ ഫസ്റ്റ് ടീം എ ആണ്. പോരെ? കറങ്ങുന്ന ഈ ഫാനിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ആ ഒരു ചലനങ്ങൾക്കനുസരിച്ച് എറിയാനായിട്ട് നോക്കുക. 30 ബോൾസ് ആണ്. യെസ്, ഗെറ്റ് റെഡി, സ്റ്റാർട്ട്. പ്ലേസിലേക്ക് പോക്കോളൂ. ഒരു ബോളാണ് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് സാധിച്ചത് അല്ലേ? മാക്സിമം ട്രൈ ചെയ്തു. എന്തായാലും കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഗെയിമാണ്. ഓടുന്ന അല്ലെങ്കിൽ അനങ്ങുന്ന ഫാനിലേക്ക് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യണ്ടേ? ഒരെണ്ണം ചെയ്തല്ലോ, ദാറ്റ്സ് ബെസ്റ്റ്. അപ്പൊ ഇനി നെക്സ്റ്റ് ടീം റെഡി ആണല്ലോ? വരൂ. Get ready, start.
30 seconds more. പ്ലേസിലേക്ക് പോയിക്കോളൂ. അങ്ങനെ 2 എണ്ണം വീഴ്ചു. ആ ലാസ്റ്റ് മിനിറ്റിൽ ഒരെണ്ണം കൂടെ വീണേനെ. ബാഡ് ലക്ക്. അപ്പൊ അത് പോയി. എന്തായാലും നെക്സ്റ്റ് ടീം സി റെഡി. അത് ഇതൊക്കെ കണ്ട് ഭയന്ന് നിക്കാണോ? അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. ഓക്കെ, എന്നാ വാ. Get ready, start. Seconds more. Time up. എല്ലാം അവിടെ സൈഡിലൊക്കെ കൊണ്ടുവല്ലേ. പക്ഷെ ഒന്നും ഒരു ലക്കായിട്ട് തന്നെ അകത്ത് ചാടിയില്ല. പോട്ടെ. നെക്സ്റ്റ് ടീം റെഡിയാണോ? ടീം ഡി, കം ഫോർവേഡ്. Get ready, start. ടൈം അപ്പ്. മാക്സിമം ട്രൈ ചെയ്തു അല്ലേ? ഒരു ബോള് പ്രാക്ടീസിന്റെ സമയത്തൊക്കെ നന്നായിട്ട് ചെയ്തതാണല്ലോ അല്ലേ? കുറെ ബോൾസ് ഞാൻ നോക്കിയപ്പോ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ പൊളിക്കും എന്ന് വിചാരിച്ചു. എന്താ ചെയ്യാ, ഈ ഫാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്കാണെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ കിട്ടില്ല. എന്തായാലും ഒരെണ്ണെങ്കിലും പ്ലേസ് ചെയ്തല്ലോ. അപ്പൊ ഈ ഒരു ലെവൽ അവസാനിക്കുമ്പോ ടീം എ ഒരു ബോൾ എടുത്തു, അതുപോലെ തന്നെ ടീം ബി 2 ബോൾ പ്ലേസ് ചെയ്തു. സിക്ക് ഒന്നും സാധിച്ചില്ല. ആൻഡ് ഡി
ഒരു ബോൾ. അപ്പൊ ഈ ഒരു ലെവലില് വിൻ ചെയ്തിരിക്കുന്നത് ഓഫ് കോഴ്സ് ടീം ബി ആണ്. കൺഗ്രാറ്റുലേഷൻ. ടീം ബിക്ക് ലഭിക്കുന്നു 100 പോയിന്റ്സ്. അങ്ങനെ നമ്മള് ഈ ഒരു ലെവലും കഴിഞ്ഞു അല്ലെ. ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് പോകേണ്ടതുണ്ട്. അതിന് പോകുന്നതിന് മുമ്പ് ഒരു പാട്ടൊക്കെ പാടാന്ന് പറഞ്ഞല്ലോ. വാ, ഏത് പാട്ടാണ്? ഇവിടെ വന്നത് വരെ പ്ലാൻ ചെയ്തില്ല അല്ലെ. പിന്നെ ഞാൻ പറഞ്ഞപ്പോഴാണ് ഒരു പാട്ട് പാടി കളയാന്ന് വിചാരിച്ചത്. നോക്കാം. നാദാ നിന്നെ കാണാൻ, നിൻ പാദങ്ങൾ പുൽകാൻ, നിൻ കൃപയിന്നാഴമറിയാൻ. നാദാ നിന്നെ കാണാൻ, നിൻ പാദങ്ങൾ പുൽകാൻ, നിൻ കൃപയിന്നാഴമറിയാൻ. നിഷ്ഫലമാം ജീവിതങ്ങളെല്ലാം നിസ്തുലമായി പൂവണിഞ്ഞിടാം. നിഷ്ഫലമാം ജീവനിൽ ദിവ്യമാരി പെയ്തിറങ്ങി നിസ്തുലമായി പൂവണിഞ്ഞിടാം. കൈവിടല്ലേ നാദ, തള്ളിയിടല്ലേ ദേവാ, പ്രാണന്റെ പ്രാണനേശുവേ. കൈവിടല്ലേ നാദ, തള്ളിയിടല്ലേ ദേവാ, പ്രാണന്റെ പ്രാണനേശുവേ. ഏദൻ തോട്ടം, the symbol of love. കുടുംബങ്ങളിൽ ആത്മീയ ആഘോഷങ്ങളുടെ തിരി തെളിയിക്കാൻ ഗുഡ്നസ് TV ദമ്പതികൾക്കായി ഒരുക്കുന്ന റിയാലിറ്റി ഷോ. നിങ്ങൾ 50 വയസ്സിന് താഴെ പ്രായമുള്ള ദമ്പതികളാണ്. വ്യക്തിപരം, സാമൂഹികം, ആത്മീയം എന്നീ തലങ്ങളിൽ മികവ് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എങ്കിൽ നിങ്ങൾക്കും ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9744155533. ഇമെയിൽ edentotam@gmail.com. വിനോദവും വിജ്ഞാനവും പകർന്നു നൽകുവാൻ ഇതാ ഗുഡ്നസ് TV ഒരുക്കുന്ന ഒരു പുത്തൻ റിയാലിറ്റി ഷോ ഏദൻ തോട്ടം. ഏദൻ തോട്ടം ഉടൻ വരുന്നു നമ്മുടെ ഗുഡ്നസ് ടിവിയിൽ. ഒരുമയോടെ ഒത്തുകൂടാം. ഇനി നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോയാലോ? പോവാം. നമുക്ക് പോകാം. ലെവൽ 3. ലെവൽ 3യില് ഒരു പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. അതിൽ പാർട്ട് എ എന്ന് പറയുന്നത് ഗെയിമാണ്. പാർട്ട് ബി എന്ന് പറയുന്നത് ബൈബിൾ കോട്ട് ഞാൻ പറയും. വിത്തിൻ ടൈമിന്റെ ഉള്ളിൽ നിങ്ങൾ അത് എടുത്ത് വായിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഏതിലേക്ക് പോകണം? ഗെയിമിലേക്ക് പോവാം. അതല്ലേ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? ആണോ? ഓക്കെ, ഗെയിം ഇതാണ്. നിങ്ങളുടെ മുമ്പിലെ ടേബിളില് ബ്രഷ് ഉണ്ട്. പല്ലൊക്കെ തേച്ചല്ലോ അല്ലെ എല്ലാവരും? അതെടുത്ത് തേച്ചേക്കരുത്. നിങ്ങളുടെ മുമ്പിലെ ടേബിളില് ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു ട്യൂബ് ഉണ്ട്. പിന്നെ ഒരു ബൗളില് കുറെ ബഡ്സ് ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു ബ്രഷ് ഉണ്ട്. ഈ ടൂത്ത് ബ്രഷ് കടിച്ചു പിടിച്ച് അതിന്റെ ബ്രിസിൽസില് ആ ഗോൾഡൻ ട്യൂബിന്റെ മുകളില് ഒരു ബഡ്സ് പ്ലേസ് ചെയ്ത് അതൊരാൾ പ്ലേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ബ്രഷ് കടിച്ചു പിടിച്ച് അതിന്റെ ബ്രിസിൽസിന്റെ മുകളിൽ വേണം ഈ ബഡ്സ് വെക്കാനായിട്ട്. പതിയെ ഈ ഇരിക്കുന്ന 6 ട്യൂബിന് മുകളിൽ പ്ലേസ് ചെയ്യുക. ഏറ്റവും ആദ്യം, അതായത് നമുക്ക് കിട്ടുന്ന സമയം 1.5 മിനിറ്റ് സമയമാണ്. 1.5 മിനിറ്റ് സമയത്തിന്റെ ഉള്ളില് ആരാണോ ഇതിന് ഏറ്റവും കൂടുതൽ പ്ലേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 1.5 മിനിറ്റിനുള്ളിൽ ഏറ്റവും ആദ്യം ആരാണോ പ്ലേസ് ചെയ്യുന്നത് അവരായിരിക്കും വിൻ ചെയ്യുക. നിങ്ങൾക്ക് ലഭിക്കുന്ന പോയിന്റ്സ് 100 പോയിന്റ്സ് ആണ് ലഭിക്കുക. യെസ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഡെസ്കിൽ തട്ടരുത്, വെച്ചിരിക്കുന്ന ബഡ്സ് താഴെ പോവും. ഡെസ്കിൽ തട്ടാതെ
ടൈം അപ്പ്. ഓ, ഗെയിം അങ്ങനെ കഴിഞ്ഞു അല്ലേ? നമുക്ക് നോക്കാം. ടീം എ 4 എണ്ണം കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തു. ടീം ബി 2 എണ്ണം കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തു. ടീം സി 4 എണ്ണം കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തു. ആൻഡ് ടീം ഡി 5 എണ്ണം കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തു. അപ്പോ ഈ ഒരു പാർട്ട് എയില് നമുക്കറിയാം ടീം ഡി ആണ് വിൻ ചെയ്തിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ടീം ഡി. ടീം ഡി എത്ര പോയിന്റ്സ് കിട്ടി? 100. എത്ര? 100. ടീം ഡിക്ക് ലഭിക്കുന്നത് 100 പോയിന്റ്. 50 കൂടെ കൂട്ടിയല്ലേ, അത് ടോട്ടൽ പോയിന്റ്സ് ആണ്. 50 ഇനി വരുന്നത് നമ്മുടെ ബൈബിൾ കോട്ടിനാണ്. അപ്പൊ ബൈബിൾ കോട്ട്സ് എടുത്ത് കറക്റ്റ് ആയിട്ട് വായിക്കുന്നവർക്ക് 50 പോയിന്റ്സും കൂടെ കിട്ടും. അപ്പൊ മാക്സിമം ട്രൈ ചെയ്യാം. നമുക്ക് ഇനി ബൈബിൾ കോട്ട് എടുത്ത് വായിച്ചാലോ? റെഡി? ഇനി ബൈബിൾ കോട്ട്സ് നോക്കാം അല്ലെ. ബൈബിളൊക്കെ വായിക്കാറുണ്ടോ? എല്ലാ അധ്യായങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ? അത് ഏതെങ്കിലും അധ്യായങ്ങളൊക്കെ ഇടയ്ക്ക് വിട്ടുപോയിട്ടുണ്ടോ? എല്ലാം വായിക്കാറുണ്ട്. ഇതുവരെ വായിച്ചു നോക്കാത്ത അധ്യായം ഉണ്ടോ? ഉണ്ടോ? ഇതുവരെ വായിച്ചു നോക്കാത്ത അധ്യായങ്ങളുണ്ടോ? ഉണ്ടല്ലേ. അപ്പൊ ഇനി അത് എന്താ അതിനു വേണ്ടി ഒരു സമയം സ്പെൻഡ് ചെയ്യുക. ഏതെങ്കിലും വായിച്ചു നോക്കാത്ത അധ്യായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വായിച്ചു നോക്കാനായിട്ട്. ഇതിൽ നമുക്ക് ബൈബിൾ കോട്ട്സിലേക്ക് പോവാം. ഞാൻ നിങ്ങളുടെ അടുത്ത് റെഡി സ്റ്റാർട്ട് പറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ബൈബിൾ എടുത്ത് വായിക്കുക. ഒരൊറ്റ തവണ മാത്രമാണ് ഞാൻ ഏത് കോട്ടാണെന്ന് പറയുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. 30 സെക്കൻഡ്സ് ആണ് നിങ്ങൾക്ക് സമയം. ഏറ്റവും ആദ്യം ആരെടുത്ത് വായിക്കുന്നുവോ ഇപ്പോ അവർക്കായിരിക്കും വിൻ ചെയ്യുക. അതുകൊണ്ട് ഏറ്റവും ആദ്യം അത് എടുക്കുന്ന ആൾ അപ്പൊ തന്നെ കൈ പൊക്കുക, വായിച്ചു തുടങ്ങുക. ചിലപ്പോ കൈ പൊക്കി വായിക്കാനായിട്ട് സമയം പോവും, അടുത്ത ആള് വായിച്ചു കഴിഞ്ഞാൽ അവർക്കായിരിക്കും പോയിന്റ് പോകും. അപ്പൊ ഏറ്റവും ആദ്യം കൈ പൊക്കി ആര് വായിക്കുന്നോ അവർക്കായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ലഭിക്കുക. റെഡി? ബൈബിൾ കോട്ട് ഇതാണ്. എസ്തർ 4-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ടൈം അപ്പ്. ആർക്കും എടുക്കാൻ കഴിഞ്ഞില്ല അല്ലെ? എന്തുകൊണ്ടാ നിങ്ങൾക്ക് കിട്ടാതിരുന്നതെന്ന് ഞാൻ പറയട്ടെ. എസ്തറിന്റെ പുസ്തകം ക്രമരഹിതമായിട്ടാണ് ബൈബിളിൽ വെച്ചിരിക്കുന്നത്. അതായത് 11-ാം അധ്യായത്തിൽ തുടങ്ങി 11-ാം അധ്യായത്തിൽ അവസാനിക്കുന്നു. 4-ാമത്തെ അധ്യായം കുറെ തപ്പി നടന്നിട്ടുണ്ടാവില്ലേ? അത് 13-ഉം 2-ഉം ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ടോട്ടൽ 22 അധ്യായങ്ങളാണ് ഉള്ളത്. അതെല്ലാം ക്രമം തെറ്റിയാണ് കിടക്കുന്നത്. ചില അധ്യായങ്ങൾ 2ഉം 3ഉം പ്രാവശ്യമുണ്ട്. 5-ാമത്തെ അധ്യായമൊക്കെ പല പ്രാവശ്യം റിപ്പീറ്റ് വരുന്നുണ്ട്. ഞാൻ ആദ്യമേ നിങ്ങളുടെ അടുത്ത് ചോദിച്ചില്ലേ നിങ്ങൾ എല്ലാ അധ്യായങ്ങളും വായിച്ചിട്ടുണ്ടോന്ന്? അത് ഇതുകൊണ്ടായിരുന്നു. കാരണം എസ്തറിന്റെ അധ്യായം കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ട് വരും. ഇത് അറിയാവുന്നവർക്ക് മാത്രമാണ് കറക്റ്റ് ആയിട്ട് 4-ാമത്തെ അധ്യായം എവിടെയാണ് കിടക്കുന്നത്, 5-ാമത്തെ അധ്യായം എവിടെയാണ് കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അറിയാമായിരുന്നോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഓർഡർ തെറ്റിയാന്ന് അറിയായിരുന്നു, പക്ഷെ ഇത് ഓർത്തില്ല അല്ലെ? പെട്ടെന്ന് ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞപ്പോ പെട്ടെന്ന് ഓർത്തില്ല. കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മിസ് ചെയ്തത് 50 പോയിന്റ്സ് ആണ്. സമയം കഴിഞ്ഞപ്പോഴേക്കും ഒരാൾക്ക് കിട്ടിയായിരുന്നു അല്ലേ? ഏതായാലും നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ. എസ്തർ പറഞ്ഞത് അവർ മൊർദെഖായിയെ അറിയിച്ചു. അപ്പോൾ മൊർദെഖായി എസ്തറിനോട് മറുപടി കൊടുത്തു, നീ രാജകൊട്ടാരത്തിൽ മറ്റ് യഹൂദരേക്കാൾ അല്പമെങ്കിലും കൂടുതൽ സുരക്ഷിതയായിരിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇതുപോലെയൊരു സമയത്ത് നീ മൗനം പാലിച്ചാൽ യഹൂദർക്ക് മറ്റൊരിടത്തു നിന്ന് ആശ്വാസവും മോചനവും വരും. പക്ഷേ നീയും നിന്റെ പിതൃഭവനവും നശിക്കും. ഇത്തരം ഒരു കാലത്തേക്കായിട്ടല്ല നീ രാജ്ഞി സ്ഥാനത്ത് വന്നിരിക്കുന്നതെന്ന് ആർക്കറിയാം. ഇതായിരുന്നു നമ്മൾ വായിക്കേണ്ടിയിരുന്നത്. പക്ഷെ ആർക്കും തന്നെ പോയിന്റ്സ് നേടാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ലെവൽ 3 അവസാനിക്കുമ്പോ ഇത് വിൻ ചെയ്തിരിക്കുന്നത് ടീം ഡി ആണ്. കൺഗ്രാറ്റുലേഷൻസ്. ആകെ ഗെയിമിന് മാത്രമാണ് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ. 50 പോയിന്റ്സ് നിങ്ങളുടെ എല്ലാം മിസ്സായി കഴിഞ്ഞു. ടീം ഡിക്ക് ലഭിക്കുന്നത് 100 പോയിന്റ്സ്. ഇനി നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം. നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ലെവലാണ്. അതിലുമുണ്ട് പാർട്ട് എയും ബിയും വരുന്നുണ്ട്, കുറച്ച് ഗെയിംസ് വരുന്നുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് രണ്ടുപേര് ഡാൻസ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡാൻസ് ചെയ്യാമോ? റെഡിയാണോ ഡാൻസിന്? എന്നാ ഡാൻസിലേക്ക് പോകാം അല്ലേ നമുക്ക്?
drum drum ta drum ta dhalam ku tak te ku da de tang gida 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 drum ta ka drum drum ta ta kita ta da ta drum gida gida drum ta ta tanam ta 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 drum ta ta kita ta de tang gida 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 ta ri ta ta dana ta ta dun ta ta din ta ta da drum ta tanam ta ta rum ta ga dim ta gida 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 dim ta ta gida gida ta drum dim da ta ta drum dum da ta ta drum tam ta kita dana ta de tang gida gida dim ta ta gida ta drum dim da ta gida drum drum da gida da drum ta drum drum da kita ta drum gida gida dum ta ni ta 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 dana ta ni ta ta gida ta ta dana ta ta drum ta ni ta dana ta de tang gida മഞ്ജിമയും ജൂലിയും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഒരു നല്ല കൈയടി കൊടുക്കുക അവർക്ക്. അപ്പോ ഈ ഒരു ഊർജം ഒക്കെ നമുക്ക് ലഭിച്ചു. ഈ ഒരു ഊർജത്തിലൂടെ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് അങ്ങ് പോവാം. ലെവൽ 4. ലെവൽ 4 നിങ്ങൾക്ക് 2 പാർട്ടാണ് കേട്ടുള്ളത്. പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് എയിൽ തന്നെ 2 എണ്ണം ഉണ്ട്. അതായത് ആദ്യം ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ, അതായത് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾക്ക് അതിന് ആൻസർ എഴുതാം. 30 സെക്കൻഡ്സ് ആണ് നിങ്ങൾക്ക് സമയം തരുന്നത്. അതിനുശേഷം നമ്മൾ ഗെയിമിലേക്ക് പോകുന്നു. ഗെയിം നിങ്ങൾക്ക് 1.5 മിനിറ്റ് ആണ് സമയമുള്ളത്. അപ്പൊ നമുക്കെന്നാ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? റെഡി? എല്ലാവരും കാർഡ് എടുത്തോളൂ. ക്വസ്റ്റ്യൻ ഇതാണ്: യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തത് എവിടെ വെച്ച്? 30 സെക്കൻഡ്സ് ആണ് ടൈം. ആലോചിക്കുക, എഴുതുക. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തത് എവിടെ വെച്ച്? എഴുതി കഴിഞ്ഞാൽ മറച്ചു വയ്ക്കാം. സൈഡിലേക്ക് വെച്ചോളൂ. ടൈം ആപ്പ്. എല്ലാരും സൈഡിലേക്ക് വെച്ചോളൂ. കാർഡ് സൈഡിലേക്ക് വെച്ചോ. ഇനി ഗെയിമിലേക്ക് പോവാം. നമുക്ക് സൈഡിലേക്ക് വെച്ചോളൂ. ഗെയിമിലേക്ക് പോവാം. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമ്മൾ എപ്പോഴും അതിനെ തരണം ചെയ്യണം, അല്ലെ? അത് തരണം ചെയ്യാനുള്ള ശക്തി ദൈവമക്കൾക്ക് ആര് തരും? ദൈവം തരും, അല്ലെ? ദൈവമക്കളല്ലാത്തവർക്കോ? അവരതില് പലതിലും തളർന്നു പോകും. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും അവർ തളർന്നു വീഴുമ്പോ നമ്മുടെ കൂടെ ആരുണ്ട്? ഈശോയുണ്ട്. നമ്മളെപ്പോഴും താങ്ങി എഴുന്നേൽപ്പിക്കുന്ന, നമ്മളെ സ്ട്രെങ്തൻ ആക്കുന്ന ഒരു ദൈവം നമ്മളോട് എപ്പോഴും കൂടെ ഉണ്ട്. അങ്ങനെ തോന്നാറുണ്ടോ നിങ്ങൾക്ക്? തോന്നാറുണ്ടോ? ഏത് സന്ദർഭത്തിൽ അങ്ങനെ തോന്നിയേക്കുന്നത്? പരീക്ഷയുടെ സമയത്തൊക്കെ തോന്നാറുണ്ട്. പിന്നെ പരീക്ഷ അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമല്ലോ, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യും. ഇപ്പോ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 100 പോയിന്റ്സ് എക്സ്ട്രാ എന്റെ കയ്യിൽ നിന്നല്ല, ഈശോയുടെ കയ്യിൽ നിന്ന് കിട്ടും. ഒരു സാക്ഷ്യം പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞോ. ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള ഒരു കാര്യം പോലും പറയാനില്ലേ നിങ്ങൾക്ക്? ഇഷ്ടംപോലെ പറയാനുണ്ടല്ലേ? ഓർമ്മ വരുന്നവരെണ്ണം പറഞ്ഞോ. അവിടെ കിട്ടുന്നില്ല. ഇവിടെ ഞാൻ +2 പരീക്ഷയുടെ സമയത്ത് കെമിസ്ട്രി എക്സാം എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ഞാൻ എങ്ങനെ കൂട്ടി നോക്കിയിട്ടും അതിന് A+ കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ റിസൾട്ട് വന്നപ്പോ A+ ഉണ്ട്. ഈശോ കൊണ്ടു തന്നു. എവിടെയോ? അതിനെന്തെങ്കിലും പറയാൻ പറ്റുമോ? ഓർമ്മ വരുന്നില്ല. എവിടെയോ? ഈശോയ്ക്കൊരു സ്തുതി കരയറ്റാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. ഓരോ ദിവസവും ഓരോ നിമിഷവും എന്തുമാത്രം കാര്യങ്ങളാ നമുക്ക് ചെയ്തു തരുന്നത്. ഈശോയെ സ്നേഹിക്കുന്നുണ്ട് താനും, എന്നാൽ ചില കാര്യങ്ങൾക്ക് ഭയങ്കര പിശുക്കാൻ നമുക്ക്. എന്താ ചെയ്യാ? അപ്പൊ എന്തായാലും ഈ ഒരു ഗെയിമും നമ്മളെ സ്ട്രെങ്തൻ ആക്കുന്ന ഈശോ കൂടെ ഉള്ളതുപോലെ നമ്മൾ ഏതൊക്കെ പ്രതിസന്ധിയിൽ തരണം ചെയ്താലും നമ്മളെ നേരെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്, അല്ലെ? അത് തന്നെയാണ് നമ്മുടെ ഈ ഗെയിമും. എയും ബിയും ഡിഫറെന്റ് ഗെയിം ചെയ്യുന്നു, സിയും ഡിയും ഡിഫറെന്റ് ഗെയിമാണ് ചെയ്യാൻ പോകുന്നത്. അറ്റ് എ ടൈം, ഒരേ സമയത്താണ് ഈ ഗെയിം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എയും ബിയും എന്ത് ഗെയിമാന്ന് പറയാം. നിങ്ങളുടെ കയ്യിൽ 15 ഡിസ്പോസിബിൾ ഗ്ലാസുകളാണുള്ളത്. ഈ ഒരു ഗ്ലാസ് എടുക്കുക, ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് അത് കറക്റ്റ് ഇങ്ങനെ വന്ന് നിൽക്കണം. അത് തന്നെ എങ്ങനെയോ വീണു. അപ്പൊ ഇതാണ് നമ്മുടെ ഗെയിം. 15 ഗ്ലാസുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. റൊട്ടേറ്റ് ചെയ്ത് അത് കറങ്ങി കമഴ്ന്ന് തന്നെ നിൽക്കണം. നിങ്ങളുടെ സമയം 1.5 മിനിറ്റ് ആണ്. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പോയിന്റ് 50 പോയിന്റ് ആണ്. 50 പ്ലസ് ക്വസ്റ്റ്യൻ ആൻസറിന് 50, അങ്ങനെ 100 പോയിന്റ്സ് ആണ് പാർട്ട് എക്ക്. അപ്പോ
50 പോയിന്റിന്റെ ഗെയിമാണ്. മാക്സിമം ട്രൈ ചെയ്താൽ നിങ്ങളുടെ കയ്യിലിരിക്കും. ഇനി സിയുടെയും ഡിയുടെയും അടുത്തേക്ക് പോകാം. എന്നിട്ട് മുമ്പില് 3 ക്യാനുകളുണ്ട് അല്ലേ? ഈ ക്യാൻ ഫുൾ സോഫ്റ്റ് ഡ്രിങ്ക് ആണേ, കഴിക്കണ്ട, അത് പൊട്ടിക്കണ്ട, അതവിടെ ഇരിക്കട്ടെ. ഈ സോഫ്റ്റ് ഡ്രിങ്കിന്റെ ക്യാനിന്റെ മുകളിലേക്ക് വേണം നിങ്ങളുടെ മുമ്പില് എത്ര ഗ്ലാസുകളുണ്ട്? 8 ഗ്ലാസുകളുണ്ട്. 8 ഗ്ലാസുകളിൽ ഒരു ഗ്ലാസ് പ്ലേസ് ചെയ്യുക. ഇതിന് കുറച്ചിങ്ങനെ സൈഡായിട്ട് വേണം പ്ലേസ് ചെയ്യാനായിട്ട്. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തട്ടുമ്പോൾ വന്ന് ഇതിനകത്തേക്ക് കമിഴ്ന്ന് തന്നെ വീഴണം. ഇങ്ങനെ 3 ക്യാനിലും ഓരോന്ന് വീണം 3 എണ്ണമെങ്കിലും വീഴ്ത്താനായിട്ട് ശ്രമിക്കുക. 2 പേരും 3 എണ്ണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ആര് വന്നു എന്നുള്ളതായിരിക്കും നോക്കുക. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ആര് ചെയ്തു, ഇപ്പൊ എല്ലാം ചെയ്യാൻ പറ്റിയെങ്കിൽ ഏറ്റവും ആദ്യം ആര് ചെയ്തു എന്നാണ് നോക്കുക. ഇതാണ് നിങ്ങളുടെ ഗെയിം. നിങ്ങൾക്ക് ലഭിക്കുന്നത് 1.5 മിനിറ്റ് ആണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന പോയിന്റ് 50 പോയിന്റ്സ് ആണ്. റെഡി, സ്റ്റാർട്ട്. സൈഡിലേക്ക് വരും. 20 seconds more. ടൈം അപ്പ്. നിങ്ങളുടെ ആ ക്ലാസ്സുകൾ മാറ്റിവെച്ചോ? അതെല്ലാം ചെയ്തു കഴിഞ്ഞ ക്ലാസ്സുകളല്ലേ? ഓക്കെ. ടീം എ എത്ര എണ്ണം ചെയ്തു? 6, 7, 8, 9 എണ്ണം. 9 എണ്ണം കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തു. ടീം ബി 5 എണ്ണമാണ് പ്ലേസ് ചെയ്യാനായിട്ട് സാധിച്ചത്. ടീം സിക്ക് 2 എണ്ണം കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് സാധിച്ചു. അവിടെ 1 എണ്ണം. അപ്പോ ഈ ഒരു പാർട്ട് എ വിൻ ചെയ്തിരിക്കുന്നത് ടീം എയും ടീം സിയുമാണ്. കൺഗ്രാറ്റുലേഷൻസ്. പാർട്ട് എയില് ഗെയിമിന്റെ മാത്രമാണ് നമ്മൾ റിവീൽ ചെയ്തോളൂ. പാർട്ട് എയില് ഇപ്പൊ ഗെയിമിന് ഇപ്പോ മുന്നിട്ട് നിൽക്കുന്നത് ടീം എയും സിയുമാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നത് 50 പോയിന്റ്സ് ഈച്ച്. ഇനി നമുക്ക് ക്വസ്റ്റ്യനും കൂടെ നോക്കാം അല്ലെ? ക്വസ്റ്റ്യന് ആൻസർ എന്താണ്, കറക്റ്റ് ആയിട്ടാണോ എഴുതിയിരിക്കുന്നത് നോക്കാം. ടീം എ എന്താണ് എഴുതിയിരിക്കുന്നത്? ഗെറ്റ്സെമൻ തോട്ടം റൈറ്റ് ആൻസർ ആണ്. ടീം സി ഗെറ്റ്സെമൻ റൈറ്റ് ആൻസർ ആണ്. അപ്പൊ ഇനി സപ്പോർട്ടിംഗ് പോയിന്റ്സ് നോക്കാം അല്ലെ? ടീം ബി എന്താണ് എഴുതിയിരിക്കുന്നത്? ഗെറ്റ്സെമൻ തോട്ടം. ടീം ഡി ഒലിവുമല. ഒലിവുമലയിലെ ഈശോ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോയ സ്ഥലം അല്ലേ? അല്ലെ? പക്ഷെ ഇത് ഒറ്റിക്കൊടുത്തതാണ് ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് അത് റോങ് ആൻസർ ആണ്. ഗെറ്റ്സെമൻ ആണ് റൈറ്റ് ആൻസർ. അപ്പോ ഈ ഒരു പാർട്ട് എ അവസാനിക്കുമ്പോൾ അതില് ക്വസ്റ്റ്യൻ ആൻസർ സെഷന് കറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത് 3 പേരാണ്. ടീം എയും ബിയും സിയും. അപ്പോ എക്ക് ലഭിക്കുന്നത് പാർട്ട് എയില് 100 പോയിന്റ്സ് ലഭിക്കുന്നുണ്ട്. അതുപോലെ സിക്കും 100 പോയിന്റ്സ് ലഭിക്കുന്നു. സപ്പോർട്ടിംഗ് പോയിന്റ്സ് ആയിട്ട് ലഭിക്കുന്നത് ടീം ബിക്ക് 50 പോയിന്റ്സ് ആണ്. അപ്പൊ കൺഗ്രാറ്റുലേഷൻ ടീം എ ആൻഡ് സി. ടീം എക്കും സിക്കും ലഭിക്കുന്ന പോയിന്റ്സ് 100 പോയിന്റ്സ്. സപ്പോർട്ടിംഗ് പോയിന്റ്സ് ആയിട്ട് ബിക്ക് ലഭിക്കുന്നു 50 പോയിന്റ്സ്. അപ്പോ നെക്സ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് പോവാം. പാർട്ട് എ കഴിഞ്ഞു. ഇതേപോലെ തന്നെയാണ് പാർട്ട് ബി വരുന്നത്.
സെയിം. സിയും ഡിയും ചെയ്തിരുന്ന ഗെയിം എയും ബിയും ചെയ്യണം. എയും ബിയും ചെയ്ത ഗെയിം സിയും ഡിയും ചെയ്യണം. പോയല്ലോ ഗെയിമിലേക്ക്. ഏദൻ തോട്ടം, the symbol of love. കുടുംബങ്ങളിൽ ആത്മീയ ആഘോഷങ്ങളുടെ തിരി തെളിയിക്കാൻ ഗുഡ്നസ് TV ദമ്പതികൾക്കായി ഒരുക്കുന്ന റിയാലിറ്റി ഷോ. നിങ്ങൾ 50 വയസ്സിന് താഴെ പ്രായമുള്ള ദമ്പതികളാണ്. വ്യക്തിപരം, സാമൂഹികം, ആത്മീയം എന്നീ തലങ്ങളിൽ മികവ് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എങ്കിൽ നിങ്ങൾക്കും ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9744155533. ഇമെയിൽ edentotam@gmail.com. വിനോദവും വിജ്ഞാനവും പകർന്നു നൽകുവാൻ ഇതാ ഗുഡ്നസ് TV ഒരുക്കുന്ന ഒരു പുത്തൻ റിയാലിറ്റി ഷോ ഏദൻ തോട്ടം. ഏദൻ തോട്ടം ഉടൻ വരുന്നു നമ്മുടെ ഗുഡ്നസ് ടിവിയിൽ. ഒരുമയോടെ ഒത്തുകൂടാ. ഇനി നമുക്ക് ലെവൽ 4ന്റെ പാർട്ട് ബിയിലേക്ക് പോവാം അല്ലെ. സ്കോർ ചെയ്യാൻ പറ്റുന്ന സമയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പലരും സ്കോറൊക്കെ കളയുന്നതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാക്സിമം സ്കോർ ചെയ്യുക. 200 പോയിന്റ്സ് ആണ് ലെവൽ 4ല്. ഇനി 100 പോയിന്റ്സിനുള്ള മത്സരമാണ്. അപ്പൊ ഇനി ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് പോവാം അല്ലെ. എല്ലാരും കാർഡ് എടുക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: യേശുവിന്റെ കുരിശു ചുമക്കാൻ സഹായിച്ച കിറേനക്കാരൻ ശിമയോന്റെ മക്കളുടെ പേരെന്ത്? യേശുവിന്റെ കുരിശു ചുമക്കാൻ സഹായിച്ച കിറേനക്കാരൻ ശിമയോന്റെ മക്കളുടെ പേരെന്ത്? എഴുതി കഴിഞ്ഞാൽ അപ്പൊ തന്നെ കാർഡ് മടക്കി വെക്കാം. $30 ആണ് സമയം. മക്കളാണ്, ഒരാളുടെ പേരല്ല, മക്കൾ. ടൈം അപ്പ്. ഇനി ഗെയിമിലേക്ക് പോവാ അല്ലേ. ഗെയിം എന്താണെന്ന് അറിയാലോ. ടീം എ ചെയ്യേണ്ടത് ക്യാനിന് മുകളിലേക്ക് ടിപ്പ് ചെയ്ത് ആ ഗ്ലാസ് കറക്റ്റ് ആയിട്ട് കമഴ്ന്ന് ക്യാനിന് മുകളിൽ വരിക. ടീം എയും ബിയുടെയും ഗെയിം അതാണ്. ടീം സിയും ഡിയും ചെയ്യേണ്ടത് ഡിസ്പോസിബിൾ ഗ്ലാസ് ഓരോന്നായിട്ട് കറക്കിയിട്ട് അതും കമഴ്ന്ന് തന്നെ വരണം. മാക്സിമം എത്ര ചെയ്യാൻ പറ്റുന്നോ അതാണ് നിങ്ങളുടെ ഗെയിം. നിങ്ങളും മാക്സിമം എത്ര ചെയ്യാൻ പറ്റുന്നോ അതാണ് ചെയ്യേണ്ടത്. 1.5 മിനിറ്റ് ആണ് നിങ്ങൾക്കുള്ള സമയം. 50 പോയിന്റ്സ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ല അല്ലെ. ഇനി ചെയ്താൽ മതി. ഗെയിമിലേക്ക് പോവാം. യെസ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. $35 seconds more. Time up. ടീമേ ഏറ്റവും ആദ്യം തന്നെ ചെയ്തു കഴിഞ്ഞു അല്ലെ. 3 കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ടീം ബി എത്തിയത്. ടീം സി എത്ര ഗ്ലാസ് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തു? 11 ഗ്ലാസുകൾ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തു. ആൻഡ് ടീം ഡി 13 ഗ്ലാസുകൾ പ്ലേസ് ചെയ്തു അല്ലെ. അതും കൂടെ കൂട്ടി 13 ഗ്ലാസുകൾ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തു. അപ്പോ ടീം ഡിയും അതുപോലെ തന്നെ ടീം
എയുമാണ് വിൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഗെയിം റൗണ്ട്. കൺഗ്രാറ്റുലേഷൻസ് ടീം എ ആൻഡ് ബി. എത്ര പോയിന്റ്സ് കിട്ടി? 50. യെസ്, 50 പോയിന്റ്സ് ഈച്ച്. ഇനി നമുക്ക് നോക്കേണ്ടത് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷന് കറക്റ്റ് ആയിട്ടാണോ ആൻസർ എഴുതിയെന്ന. എന്താണ് എഴുതിയത് ടീമേ? ഓക്കെ, അലക്സാണ്ടറും റൂപ്പസും പിന്നെ ഇവിടെ അലക്സാണ്ടറും റോപ്പസും കറക്റ്റ് ആണ്. നമുക്ക് സപ്പോർട്ടിംഗ് പോയിന്റ്സ് നോക്കാം. ടീം ബി അലക്സാണ്ടറും റോപ്പസ് കറക്റ്റ് ആണ്. അലക്സാണ്ടറും റോപ്പസ്. ഓക്കെ, അപ്പൊ എല്ലാരും 4 പേരും കറക്റ്റ് ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പൊ സപ്പോർട്ടിംഗ് പോയിന്റ്സ് ആയിട്ട് സിക്കും ബിക്കും പോയിന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലെവലില് ഫുൾ പോയിന്റ്സ് കിട്ടിയിരിക്കുന്നത് എക്കും ഡിക്കും ആണ്. കൺഗ്രാറ്റുലേഷൻസ് എ ആൻഡ് ബി. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പോയിന്റ്സ് 100 പോയിന്റ്സ് ആണ്. സപ്പോർട്ടിംഗ് പോയിന്റ്സ് ആയിട്ട് ടീം ബിക്കും ടീം സിക്കും ലഭിക്കുന്നത് 50 പോയിന്റ്സ് ഈച്ച്. ഇനി നമുക്ക് ടോട്ടലായിട്ട് അറിയണം അല്ലെ. ലെവൽ 4 ടോട്ടൽ എത്ര പോയിന്റ്സ് ആണ് നിങ്ങൾ നേടിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ലെവൽ 4 ഇവിടെ അവസാനിച്ചു. അപ്പൊ ഇനി ലെവൽ 4ന്റെ പോയിന്റ്സ് നമുക്ക് നോക്കാം. 2 പാർട്ട് ഉണ്ടായിരുന്നു, അതിന്റെയും കൂടെ ടോട്ടൽ പോയിന്റ്സ് ആണ് പറയാൻ പോകുന്നത്. ടീം എക്ക് 200 പോയിന്റ്സ്, ടീം ബി 100 പോയിന്റ്സ് ആൻഡ് ടീം സി 150 പോയിന്റ്സ് ആൻഡ് ടീം ഡി 100 പോയിന്റ്സ്. ലെവൽ 4 വിൻ ചെയ്തിരിക്കുന്നത് ടീം എ ആണ്. 200 പോയിന്റ്സ്. കൺഗ്രാറ്റുലേഷൻസ്. ടീം എക്ക് ലഭിക്കുന്നു 200 പോയിന്റ്സ്. ഇനിയാണ് നമ്മൾ ടോട്ടൽ സ്കോർ എത്രയാണെന്ന് നോക്കുന്നത് അല്ലേ. എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചോ എത്രയൊക്കെയാണ് അവരവർക്ക് കിട്ടിയത്, എത്ര പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന്. ടീം എ പറയുന്നത് 200 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക്. ടീം ബി എത്ര? 200. ടീം സി 150. 250. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എത്രയൊക്കെയാണ്. നിങ്ങൾ പറഞ്ഞത് തന്നെയാണോ നിങ്ങളുടെ സ്കോർ? അതെയോ കൂടുവോ കുറയോ ഒന്ന് നോക്കാം അല്ലെ. അപ്പൊ ഇനി നമുക്ക് ടോട്ടൽ സ്കോർ അറിയാനുള്ള സമയമാണ്. ടോട്ടൽ സ്കോർ ഏകദേശം നിങ്ങളൊക്കെ പറഞ്ഞൊക്കെ തന്നെയാണ്. നമുക്ക് നോക്കാം. ടീം എക്ക് ലഭിക്കുന്നത് 200 പോയിന്റ്സ്, ടീം ബി 200 points, team C 150 points and team D 250 points. അപ്പോ വിൻ ചെയ്ത് സെമി ഫൈനൽസിലേക്ക് എത്തുന്നത് ടീം ബി ആണ്. തൃശൂർ രൂപത ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ചർച്ച് തൃശൂരിൽ നിന്നെത്തിയ അലീന പി എ ആൻഡ് എഡ്വിൻ ജോർജ്. കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പോയിന്റ്സ് 250 പോയിന്റ്സ്. ഏദൻ തോട്ടം, the symbol of love. കുടുംബങ്ങളിൽ ആത്മീയ ആഘോഷങ്ങളുടെ തിരി തെളിയിക്കാൻ ഗുഡ്നസ് ടിവി ദമ്പതികൾക്കായി ഒരുക്കുന്ന റിയാലിറ്റി ഷോ. നിങ്ങൾ 50 വയസ്സിന് താഴെ പ്രായമുള്ള ദമ്പതികളാണ്. വ്യക്തിപരം, സാമൂഹികം, ആത്മീയം എന്നീ തലങ്ങളിൽ മികവ് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എങ്കിൽ നിങ്ങൾക്കും ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9744155533. ഇമെയിൽ edentotam@gmail.com. വിനോദവും വിജ്ഞാനവും പകർന്നു നൽകുവാൻ ഇതാ ഗുഡ്നസ് ടിവി ഒരുക്കുന്ന ഒരു പുത്തൻ റിയാലിറ്റി ഷോ ഏദൻ തോട്ടം. ഏദൻ തോട്ടം ഉടൻ വരുന്നു നമ്മുടെ ഗുഡ്നസ് ടിവിയിൽ. ഒരുമയോടെ ഒത്തുകൂടാം. വലിയൊരു മാർക്ക് എന്ന് പറയാൻ പറ്റില്ല, കാരണം 500ലാണ്, എന്നാലും 250 എന്റെ പകുതി കിട്ടിയല്ലേ. എല്ലാവരും മാക്സിമം ട്രൈ ചെയ്തു, കാരണം നിങ്ങളെല്ലാം തൊട്ട് പുറകിലുണ്ട്. 200, 150 എല്ലാവരും തൊട്ട് പുറകിലുണ്ട്. 2-3 എണ്ണത്തിൽ ഇങ്ങനെ പോയതുകൊണ്ടാണ് സ്കോറും കുറഞ്ഞു പോയത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം സ്കോർ നേടാമായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡ്സിലൊക്കെ 300, 350 വരെയൊക്കെ വന്നിട്ടുണ്ട്. 500ലാണ് നമ്മുടെ പോയിന്റ്, അറിയാലോ. എന്നാലും മാക്സിമം ട്രൈ ചെയ്തു, നന്നായിട്ട് തന്നെയാണ് ഗെയിം ചെയ്തത്. അപ്പോ ഇനി സെമി ഫൈനൽസിൽ വെച്ച് കാണാം. ടീം ബി താൽക്കാലികമായിട്ട് നമ്മുടെ ഗുഡ്നസ് ടിവിയുടെ തിയോഫനി ഷോയിൽ നിന്ന് ഔട്ടാവുകയാണ്. ടീം എ
ബി ആൻഡ് സി. നിങ്ങൾക്ക് ഗുഡ്നസ് TV നൽകുന്ന മൊമെന്റോയും സർട്ടിഫിക്കറ്റും ഞാനിപ്പോ നൽകുന്നു. വളരെ നല്ലൊരു എപ്പിസോഡാണ് കഴിഞ്ഞു പോയത്. കാരണം ഇവരെല്ലാം അവരവരുടെ മാക്സിമം ട്രൈ ചെയ്തു. 2-3 മാത്രമാണ് പതിയെ സ്കിപ്പ് ചെയ്തത്. അതുകൊണ്ട് ചെറുതായിട്ട് പോയിന്റ്സിലും വേരിയേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും അവരവരുടെ ലെവൽ ബെസ്റ്റ് ചെയ്ത് നല്ല നല്ല പാട്ടുകൾ പാടിത്തന്നു, നല്ല ഡാൻസ് ചെയ്തു. അങ്ങനെ നല്ലൊരു എപ്പിസോഡാണ് കഴിഞ്ഞു പോയത്. ഇതുപോലെ നല്ല നല്ല എപ്പിസോഡുകളും ഇത്തിരി നേരം ഒത്തിരി ചിന്തയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.